എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൊള്ളാവുന്ന ഗൾഫ് രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്ന ഒരു പേരാണ് ദുബായ്. ഈ ദുബായിയെക്കുറിച്ച് അവരെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മളൊന്ന് പഠിച്ചു ചെല്ലുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ദുബായിക്ക് 4114 സ്ക്വയർ കിലോമീറ്ററാണ് ദുബായിയുടെ ഏരിയ. 40,40,000 ആളുകളാണ് അവിടുത്തെ ജനസംഖ്യ. ദുബായിയുടെ GDP എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. അത് നമ്മൾ നോക്കുമ്പോൾ വലിയ തുകയൊന്നും അല്ലെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കേരളവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കണം. കേരളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 38,863 കിലോമീറ്റർ സ്ക്വയറാണ്. അതായത് ഈ ദുബായിയുടെ വലിപ്പത്തിൻ്റെ 9.5 ഇരട്ടി വലിപ്പമുണ്ട് കേരളത്തിന്. ഇനി ഇടുക്കി ജില്ലയുടെ വലിപ്പം നമ്മൾ നോക്കിയാൽ 4,612 സ്ക്വയർ കിലോമീറ്ററാണ്. 4,612 സ്ക്വയർ കിലോമീറ്ററുള്ള ഇടുക്കി ജില്ലയുടെ 90% വലിപ്പമേ ഉള്ളൂ ദുബായിക്ക് മുഴുവനായി. കേരളത്തിലെ ജനസംഖ്യ 3,60,00,000. ദുബായിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 40,40,000. ദുബായ് GDPയുടെ 4% മാത്രമാണ് ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. ബാക്കി വരുന്നത് റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, IT, ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഫൈനാൻഷ്യൽ സർവീസസ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നിന്നാണ് ദുബായിയുടെ വരുമാനം വരുന്നത്. ദുബായിക്ക് പ്രതികൂല ഘടകങ്ങൾ ധാരാളമുണ്ട്. ഏറ്റവും പ്രതികൂല ഘടകമെന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥ. രണ്ടാമത് പറയുകയാണെങ്കിൽ പ്രകൃതി കേരളത്തിലെ പോലെ അനുകൂലമല്ലാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ദുബായ് ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നു വന്നത്. ദുബായ് ഗവൺമെൻറ് എന്താ ചെയ്തത്? അവർക്ക് ഒത്തിരി പരിമിതികളുള്ളപ്പോഴും അവർ ചെയ്തത് നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കി കൊടുത്തു, നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുത്തു, നല്ല പാലങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, നല്ല എയർപോർട്ടുകളും തുറമുഖങ്ങളും ഉണ്ടാക്കി കൊടുത്തു. ഏറ്റവും അധികമായിട്ട് അവർ നിയമവാഴ്ച നടപ്പിലാക്കി. ഏത് പാതിരാത്രിക്കും ഏത് സ്ത്രീക്കും ഏതിലൂടെയും ഡ്രൈവ് ചെയ്ത് പോകാനുള്ള സൗകര്യം അവരുണ്ടാക്കി. കുറ്റകൃത്യങ്ങൾ വളരെ കുറവ്. ഈ സംരംഭകർക്ക് സർവ്വവിധ സംരക്ഷണവും ഒരുക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കിയാൽ ഇടുക്കി ജില്ലയുടെ 90% മാത്രം വലിപ്പമുള്ള ദുബായിയുടെ GDP എന്ന് പറയുന്നത് 6 ലക്ഷം കോടി. എങ്കിൽ ദുബായിയുടെ 9.5 ഇരട്ടി വലിപ്പമുള്ള കേരളത്തിൻ്റെ GDP 14 ലക്ഷം കോടിയാണെന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനം കണക്കുകൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം കോടി റൗണ്ടിലെ നമുക്ക് GDP ഉള്ളെന്ന് മനസ്സിലാവും. ദുബായുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം അവിടെ ഉള്ളതിൻ്റെ ധാരാളം അധികം റിസോഴ്സസ് നമുക്കിവിടെയുണ്ട്. നമുക്ക് മാന്യമായ മാൻ പവറുണ്ട്, ധാരാളം ലേബേഴ്സുണ്ട്, മികച്ച സാങ്കേതിക വിദ്യാഭ്യാസമുള്ളവർ നമുക്കിവിടെയുണ്ട്. ഈ സാങ്കേതിക വിദ്യാഭ്യാസം ഉള്ളവർ ഇവിടെ നിന്ന് ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് പോകുന്ന സ്ഥലമായി നമ്മളുടെ ഒരു വലിയ ജില്ലയുടെ 90% മാത്രം വലിപ്പമുള്ള ദുബായ് എന്ന രാജ്യം വളർന്നു. പിന്നെ ടൂറിസത്തിനുള്ള അനന്ത സാധ്യതകൾ നമുക്കിവിടെയുണ്ട്. മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതകൾ വളരെയധികം നമുക്കിവിടെയുണ്ട്. മദർഷിപ്പുകൾ അടുക്കുന്ന തുറമുഖങ്ങൾ നമുക്കിവിടെയുണ്ട്. ദുബായിയെ സംബന്ധിച്ച് വെള്ളം വേണമെങ്കിൽ, കുടിവെള്ളം വേണമെങ്കിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കണം. നമ്മളെ സംബന്ധിച്ച് ഒരു പങ്കപ്പാടും ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളം, നല്ല രുചിയുള്ള വെള്ളം നമുക്കിവിടെയുണ്ട്. പാറക്കെട്ടുകളും പാറ ഉൽപ്പന്നങ്ങളും മണലും നമുക്കിവിടെയുണ്ട്. നല്ല കാലാവസ്ഥ. ദുബായിലൊക്കെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഫുൾ ടൈം AC വേണ്ടപ്പോൾ ഇവിടെ എപ്പോഴും നല്ല കാലാവസ്ഥയുണ്ട്. കായലുകളും കടലുകളും പുഴകളും തോടുകളും നമുക്കിവിടെയുണ്ട്. നല്ല കൃഷിസ്ഥലങ്ങളും കർഷകരും കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പ്രകൃതിദത്തമായ കാലാവസ്ഥയും നമുക്കിവിടെയുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്തത് എന്നൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് യൂണിയനുകളുടെ അതിപ്രസരമാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നിയമങ്ങളുടെ നൂലാമാലകളാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു ചെല്ലുമ്പോൾ ഒരു പ്രസ്ഥാനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്നല്ല ഇവിടുത്തെ നിയമങ്ങളും നിയമപാലകരായ ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നത്, ഒരു പ്രസ്ഥാനം എങ്ങനെ നിർത്തിക്കളയാവുന്ന.
പിന്നത്തെ ഒരു പ്രശ്നം ഇവിടെയുള്ളത്, യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ആരോടും കൂറില്ലാത്ത രാഷ്ട്രീയക്കാർ, ദീർഘവീക്ഷണമില്ലാത്ത നേതാക്കന്മാർ. നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ എല്ലാം ഒരു ചിന്ത, എനിക്ക് എന്ത് ലഭിക്കും. അത് രാഷ്ട്രീയക്കാരാണേലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണേലും അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് എനിക്കിതിനകത്ത് എന്നാ മെച്ചം കിട്ടും. ഒരു വിധത്തിലും സംരംഭകന് സംരക്ഷണം നൽകാത്ത സർക്കാർ മെക്കാനിസം, അതാണ് ഇവിടുത്തെ ഏറ്റവും ഭീതിതമായ ഒരു കാര്യം. പിന്നീടുള്ളത് അതിഭയങ്കരമായ അതിഭീകരമായ വൈദ്യുതി ചാർജ്. വേറൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യാതെ ഒതുങ്ങിക്കിടക്കുക, എല്ലാവർക്കും അറിയാം, മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ. നമ്മുടെ ഭക്ഷ്യ സംസ്കാരം തന്നെ ഒരു വിഷവും മായവും ഒക്കെ കലർന്ന ഒരു സംവിധാനമാണ്. ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ, ദീർഘവീക്ഷണത്തോടെ കേരളത്തെ നയിക്കാൻ കഴിഞ്ഞാൽ, കേരളത്തിന് ദുബായിയേക്കാളും വലിയൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ കഴിയും. അനുകൂല സാഹചര്യങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. കാര്യങ്ങൾ ഇതെല്ലാം ഭംഗിയായി ക്രമീകരിക്കുകയാണെങ്കിൽ ഇന്ന് 10 ലക്ഷം കോടി GDP ഉള്ളത് വേണമെങ്കിൽ ഒരു 60 ലക്ഷം കോടി മുതൽ ഒരു 100 ലക്ഷം കോടിയിലേക്ക് വരെ ഉയർത്താൻ കഴിയും GDP. അപ്പോൾ അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 99,002 കോടിയാണ് നികുതി വരുമാനമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ VD സതീശൻ പറഞ്ഞിരുന്നു. 99,002 കോടിയിൽ നിന്ന് 10 ലക്ഷം കോടിയിലേക്ക് ഉയർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. ദുബായിൽ പ്രതികൂല സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് വില കൂടിയാലും അനുകൂല സാഹചര്യം വരുമ്പോൾ വിലകൾ കുറയും. കേരളത്തിൽ ഈ വില കൂടുന്നതല്ലാതെ പിന്നെ ഒരിക്കലും അത് കുറയല്ല. ദുബായിയെ സംബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നു, അവിടുത്തെ ഭരണകർത്താക്കൾ സാധാരണ സിവിൽ വേഷങ്ങളിൽ ഒറ്റയ്ക്ക് കാർ ഓടിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വരും. അവരവിടെ വന്ന് വളരെ ശാന്തമായി സാധനങ്ങൾ മേടിക്കും, ബില്ലും മേടിക്കും. എന്തെങ്കിലുമൊക്കെ അതിക്രമം നടക്കുന്നു എന്ന് തോന്നിയാൽ കർശനമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വില കൂടിയാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യുദ്ധം പോലെയൊക്കെ വരുമ്പം വില കൂടാം. വില കൂടിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അത് കുറയുകയും ചെയ്യും. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് വില നിലവാരം നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യവും ഇല്ലതാനും. അത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് അവർ അന്വേഷിക്കാറുമില്ല, അവരിതൊന്നും പോയി താല്പര്യപ്പെടാറുമില്ല. അതുകൊണ്ട് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ നാടിനെ തിരികെ പിടിക്കാം. രാഷ്ട്രീയ നേതൃത്വം മനസ്സ് വെക്കണം. നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വം അതിന് മനസ്സ് വെക്കുന്നില്ല എങ്കിൽ പുതിയൊരു നേതൃത്വം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് വളരെ പെട്ടെന്നുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശിക്കാം. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ മുമ്പിലത്തെ ഗവൺമെൻറ്റൊക്കെ ഭയങ്കരമായ അഴിമതികളിലൂടെ പോയി എന്ത് പരിപാടി ചെയ്താലും 60% വരെ കമ്മീഷനായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് തമിഴ്നാടിനകത്ത്. പക്ഷേ അവിടെ പുതിയൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് നിലവിലുള്ള 3 മുന്നണികൾക്കും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായി വരുന്നെങ്കിൽ അതുപോലെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലും ഉണ്ടായി വന്നാൽ വരുമെന്ന് നമുക്ക് ആശിക്കാം. കാരണം കാലഘട്ടത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരു കുറച്ച് കാലമേ എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പുതിയൊരു സംവിധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. നമ്മുടെ റിസോഴ്സസുകൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ, എല്ലാം എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ള ചിന്തയ്ക്കപ്പുറം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ കേരളത്തിനും നിലവിലുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായിയേക്കാളും വലിയ ഒരു സംവിധാനമായി, ഒരു സ്ഥലമായി വളരാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.